പ്രേക്ഷകർക്ക് നമസ്കാരം. ഏഷ്യാനെറ്റ് ന്യൂസ് നടത്തുന്ന യുവജനോത്സവം സീസൺ 3 പ്രോഗ്രാമിലെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തില് ഒരു അജണ്ട ഓൾറെഡി സെറ്റ് ചെയ്ത് തന്നെയാണ് നമ്മുടെ കേരളം മുന്നോട്ട് പോകുന്നത്. ഒരു ഭാഗത്ത് BJP നരേന്ദ്രമോദി സംവിധാനങ്ങൾ, മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമി, SDPI, PDP, മുസ്ലിം ലീഗ്, കോൺഗ്രസ്, CPM, CPI, അങ്ങനെ സകലരും ഒരു ഭാഗത്തും. ഇവര് ഒരു വ്യക്തമായ ഒരു അജണ്ട നമ്മുടെ കേരളത്തിൽ സെറ്റ് ചെയ്തതാണ്. BJP എന്തോ ചെയ്യുന്നു എന്ന തരത്തിൽ. ഇങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ വർത്തമാന കേരളം മുന്നോട്ട് പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ പുതുതലമുറയിലെ ഭൂരിപക്ഷം ആളുകൾ ഇതാണ് കേട്ട് വളരുന്നതും. അപ്പൊ അതാണ് ശരി എന്നാണ് അവർ കരുതുന്നത്. അത്തരത്തിൽ അവർ പറഞ്ഞിട്ടുള്ളൊരു അഭിപ്രായമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. ശക്തമായ ഒരു ഒപ്പോസിഷൻ ഇല്ലാത്തതാണ് BJP തുടർച്ചയായി വരാൻ കാരണമെന്നല്ലേ പറയുന്നത്? നമുക്ക് പലതും അറിയാം. രാഷ്ട്രീയത്തിന്റെ ഇടയ്ക്ക് ഒരു മതത്തിനെയും പിടിച്ചിടുന്ന ഇതാണ് BJP-ക്കാർ. ഇത് അപ്പം അതില്ലാത്ത ഒരു സംസ്ഥാനം ഏതെന്ന് വെച്ചാൽ കേരളമെന്ന് ഞാൻ എഴുതിത്തരാം. നിങ്ങൾക്കറിയാം, കേരളത്തിൽ അങ്ങനെ ഒന്നും നടക്കുന്നില്ല. ഇവിടെ മുസ്ലിങ്ങളാണ്, ഹിന്ദുക്കളാണ്, ക്രിസ്ത്യാനി എല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കുന്നത്. ഇതുപോലെ നമ്മൾ നല്ല മുഖമായിട്ട് കണ്ടിരുന്ന ഒരു വ്യക്തിയുണ്ട്, ഇപ്പോൾ ഒരു MP ആണ്, സുരേഷ് ഗോപി, അറിയാമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം ഇതുപോലെ നല്ല വ്യക്തിത്വം കാണിച്ച് എല്ലാവർക്കും ജയിച്ചു കഴിഞ്ഞപ്പം ഇതുപോലൊക്കെ ക്രിസ്ത്യൻസിന് കൊണ്ടുപോയി യേശു ക്രിസ്തുവിനെ ഏതാണ്ടൊക്കെ കൊടുത്ത് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കേട്ടു. പക്ഷേ ഇപ്പം നിലവിൽ അദ്ദേഹം ഒരു പരിപാടിക്കൊക്കെ ഇരിക്കുമ്പോൾ ആരെങ്കിലും വന്ന് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് അദ്ദേഹം കഴിവാണ്. എന്താ ഇവർ താഴ്ന്ന ജാതിയാണ്. അങ്ങനത്തെ ഒരു വ്യത്യാസമില്ലാത്ത കേരളത്തിൽ ഇങ്ങനത്തെ രാഷ്ട്രീയ ഇത് കൊണ്ടുവരുന്നത് ഇതുപോലത്തെ BJP-ക്കാരാണ്. അതിനി എവിടെ ആണെങ്കിലും തുറന്നടിച്ച് പറയും, BJP-ക്കാർ തന്നെയാണ് ഈ കലാപങ്ങൾ പകുതി ഉണ്ടാക്കുന്നത്. നിങ്ങൾ കേട്ടില്ലേ, പുതുതലമുറയിലെ ഒരാൾ ഇതുപോലെ പറയുന്നതിൽ ഒരു പ്രത്യേകിച്ച് ഒരു അത്ഭുതമില്ല. നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിൽ തന്നെയാണ് ഭൂരിപക്ഷം പുതുതലമുറയിലെ ആളുകളും പറയാം. വലിയ മാറ്റമുള്ള രാഷ്ട്രീയ ബോധമുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതവിടെ നിൽക്കട്ടെ. ഇത്തരം ഒരുപാട് ആളുകളാണ് നമ്മുടെ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു ഉത്തരം പറഞ്ഞതിന് ഈ പറയുന്ന ആൾക്കെതിരെ ആക്രോശിച്ച് ഉത്തരം പറയുന്നല്ല, മറിച്ച് വ്യക്തമായിട്ടുള്ള തെളിവുകളാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. പുതിയ തലമുറയല്ലേ, വിദ്യാർത്ഥികള് യാഥാർത്ഥ്യങ്ങൾ കേട്ട് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകട്ടെ. ഇത്തരം ചർച്ചകൾ എല്ലാ ക്യാമ്പസുകളിലും നടക്കട്ടെ. അങ്ങനെയെങ്കിലും ഇവിടെയുള്ള അജണ്ട സെറ്റ് ചെയ്തതൊക്കെ അങ്ങ് പൊളിഞ്ഞ് തകരല്ലോ. പുതുതലമുറ വളരെ വിവേകത്തോടു കൂടി ചിന്തിക്കുന്ന ആളുകളാണ്. ഈ പറയുന്ന ആള് മുന്നോട്ട് വെച്ചിട്ടുള്ളത് സകലതും പച്ചക്കള്ളമാണ് എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം. വെറുതെ പറയല്ല, തെളിവുകൾ അങ്ങ് നിരത്താം. ആദ്യം തന്നെ പറയുന്നത് എന്താണ്? BJP ഇവിടെ വലിയ മത വർഗീയ പാർട്ടി എന്നൊക്കെയാണ് പറയുന്നത്. വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഭാരതീയ ജനതാ പാർട്ടി എന്ത് വർഗീയതയാണ് ഇവിടെ മുന്നോട്ട് വെക്കുന്നത് കേരളത്തിൽ? യഥാർത്ഥത്തിൽ കേരളത്തിൽ ആരാണ് വർഗീയ പാർട്ടി? അത് ഈ പുതിയ തലമുറയിലെ സകല ആളുകളും തിരിച്ചറിയണം. ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എടുത്തെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പില് നിരവധി മുസ്ലിം സ്ഥാനാർത്ഥികളെ BJP മത്സരിപ്പിച്ചിട്ടുണ്ട്, നിരവധി ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചിട്ടുണ്ട്, എല്ലാ വിഭാഗങ്ങളിൽ നിന്നും BJP മത്സരിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ വിജയിക്കേണ്ടതൊക്കെ തന്നെ അവരെ വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് അനുസരിച്ചാണ്. മുസ്ലിം പ്രദേശങ്ങളിലൊക്കെ നിരവധി മുസ്ലിം സ്ഥാനാർത്ഥികളെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി നിർത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. തൃശ്ശൂരിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി മുന്താസ് എന്ന് പറയുന്നവര് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പില്. അതേപോലെ തന്നെ ജോർജ് കുര്യൻ ന്യൂനപക്ഷ മതത്തിൽ നിന്നാണ്, കേന്ദ്രമന്ത്രിയാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ നമ്മുടെ ഗവർണറായിരുന്നു. നമ്മുടെ കേരളത്തിന്റെ മുൻ ഗവർണറുടെ പേര് APJ അബ്ദുൽ കലാം ഇന്ത്യൻ രാഷ്ട്രപതിയാക്കിയിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഒരു സംവരണ സീറ്റും എടുത്തിട്ടല്ല ഇതൊന്നും കൊടുക്കുന്നത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയാം. ഇനി ഇവിടെ നമ്മൾ മുന്നോട്ട് വെക്കാൻ പോകുന്നത് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പില് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിപ്പിച്ച എല്ലാ സ്ഥാനാർത്ഥികളും വിജയിച്ചിട്ടുണ്ട്. അതിൽ സംവരണ സീറ്റ് ഒഴിച്ചിട്ട് മറ്റേതെങ്കിലും മതങ്ങളിലുള്ള ആളുകളെ ഒരു 10 പേരെങ്കിലും അവര് നിർത്തി വിജയിപ്പിച്ചിട്ടുണ്ടോ? അതല്ലേ യഥാർത്ഥത്തിൽ വർഗീയത എന്ന് പറയുന്നത്? മുസ്ലിം ലീഗ് ഇവിടെ നിയമസഭാ സീറ്റുകൾ മത്സരിപ്പിക്കുമ്പോൾ 2% പോലും സംവരണ സീറ്റ് മാറ്റിവെച്ചിട്ട് മറ്റു മതത്തിലുള്ള ആളുകളെ നിയമസഭാ സ്ഥാനാർത്ഥിയാക്കാറുണ്ടോ? ഇതല്ലേ യഥാർത്ഥത്തിൽ വർഗീയത എന്ന് പറയുന്നത്? ഇനി നിങ്ങൾ പറഞ്ഞല്ലോ സുരേഷ് ഗോപി അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ജാതി നോക്കിയെന്നൊക്കെ. ഇതൊക്കെ നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് എതിരെ പറയുമ്പോൾ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചുക്കും പഠിച്ചിട്ടില്ല എന്നുള്ളതാ യാഥാർത്ഥ്യം. വളരെ ലളിതമായിട്ട് മുന്നോട്ട് വെക്കാം. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു വളരെ പിന്നോക്ക ഒരു സമൂഹത്തിൽ നിന്നാണ് അവരെ ഇന്ത്യൻ രാഷ്ട്രപതിയാക്കിയിട്ട് നരേന്ദ്രമോദി സർക്കാർ
മുന്നോട്ട് പോകുന്നത്, ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുന്നത്. ഈ ദ്രൗപദി മുർമുവിനെ ഇന്ത്യൻ രാഷ്ട്രപതിയാക്കിയിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിക്ക് ജാതിയോട് പ്രശ്നം എന്നൊക്കെ പറഞ്ഞാൽ ബോധവും വിവരവുമുള്ള ആളുകൾ പുച്ഛിച്ചു തള്ളില്ലേ? ഇനി സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി ഒരുപാട് നല്ല കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. ഇദ്ദേഹം മത്സരിക്കാൻ വന്ന സമയം മുതൽ ഇദ്ദേഹത്തെ ക്രൂശിക്കാണ് ഇത്തരം ആളുകൾ, ഈ പറയുന്ന ആളുകൾ ഉൾപ്പെടെ ഇദ്ദേഹത്തെ ക്രൂശിക്കുക. വിജയിച്ചതിന് ശേഷമാണ് ഇവിടെ മറ്റൊരു അജണ്ട സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓ, ഇതൊരു സിനിമാ നടനായത് കൊണ്ട് വിജയിച്ചതാണ്, നല്ലത് ചെയ്തത് കൊണ്ട് വിജയിച്ചതാണ് എന്നൊക്കെ പരമാവധി സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയായ സമയം മുതൽ ഉപദ്രവിച്ചിട്ടുണ്ട്. പരമാവധി മൗദൂദി ചാനലൊക്കെ നൂറുകണക്കിന് വീഡിയോകൾ നിരത്തിയിട്ട് പരമാവധി പരാജയപ്പെടുത്താൻ ശ്രമിച്ചു. ഇവിടെയുള്ള കോൺഗ്രസ്, CPM, CPI, ജമാഅത്തെ ഇസ്ലാമി, SDPI, PDP സകല സംവിധാനങ്ങളും സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. ഒരു ചുക്കും സംഭവിച്ചില്ല. അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ 3,400,000 ലക്ഷത്തോളം വോട്ട് വാങ്ങി ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിച്ച്. ഒരു കാര്യം കൂടി അങ്ങ് എടുത്തു മുന്നോട്ട് വെക്കാം. അദ്ദേഹം ഏതെങ്കിലും ഒരു ഫിലിം പോസ്റ്റർ, അതായത് സിനിമാ പോസ്റ്റർ വെച്ചിട്ടല്ല വിജയിച്ചത്. അദ്ദേഹം താമര ചിഹ്നത്തിൽ വോട്ട് വാങ്ങിയാണ് വിജയിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇന്ന് ചെയ്യുന്നത്, ഇനി വരാനിരിക്കുന്ന ഇലക്ഷനിൽ ഈ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ പരാജയപ്പെടാൻ വേണ്ടിയാണ് ഇപ്പോ സുരേഷ് ഗോപിയെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നൊക്കെ വിവേകവും വിവരമുള്ള മലയാളികൾ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ആൾത്തറകളിലേക്ക് വരെ ഇറങ്ങി വരുന്ന ഒരു MP ഇന്ന് കേരളത്തിലുണ്ടോ? കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആൾത്തറകളിൽ വന്നിരുന്നു കൊണ്ട് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കുക. നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ആളുകൾ വരുമ്പോ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്ന്. ഇങ്ങനെ വരാൻ പോലും ഒരു അവസരം മറ്റു 19 MP-മാരും ഉണ്ടാക്കുന്നില്ല എന്ന ആ ഒരു വിഷയത്തെ അല്ല പുതിയ തലമുറ വിവേകത്തോടുകൂടി ചിന്തിക്കേണ്ടത്. സുരേഷ് ഗോപി എത്രത്തോളം സഹായം ചെയ്യുന്നുണ്ട്, കയ്യിൽ നിന്ന് പോലും പണമെടുത്തിട്ട് എത്ര ആളുകളുടെ സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോ ആ ജപ്തി പോലും ഒഴിവാക്കി കൊടുത്ത ആ പണം അടച്ചുകൊണ്ട് അങ്ങനെ എന്തൊക്കെ എണ്ണിയാലൊടുങ്ങാത്ത സഹായങ്ങൾ സുരേഷ് ഗോപി ചെയ്തു കൊടുക്കുമ്പോ ബാക്കി 19 MP-മാർ എന്തു ഉണ്ട ചെയ്യുന്നു എന്നല്ലേ പുതിയ തലമുറയിലെ വിവേകമുള്ള വിദ്യാർത്ഥികൾ ഉയർത്തിപ്പിടിക്കേണ്ടത്? ഈ ചോദ്യവും ഉത്തരവും ഒക്കെ തന്നെ എന്ന് പറയുന്ന ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളൊരു ഉത്തരം മാത്ര. ഇനി യഥാർത്ഥത്തിൽ ഇവിടെ വർഗീയത, മതം എന്നൊക്കെ പറയുന്നത് ആരാ ഉയർത്തിപ്പിടിക്കുന്നത്? അത് കോൺഗ്രസ് ആരുടെയൊക്കെ വോട്ടാ വാങ്ങുന്നത്? മതരാഷ്ട്രവാദം ഉന്നയിച്ച് മുന്നോട്ട് പോകുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ട് രാജ്യത്ത് ജിഹാദ് ഉണ്ടാക്കാൻ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് SDPI എന്ന് പറഞ്ഞത്. രാജ്യത്തെ പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസികളാണ്. ആ SDPIയുടെ വോട്ട് വാങ്ങി കോൺഗ്രസ് വിജയിക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് എന്ന മതപാർട്ടി, അതായത് രാജ്യത്ത് മതത്തിന്റെ പേരിലുള്ള ഒരേ ഒരു പാർട്ടിയേ ഉള്ളൂ, അത് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിനും ഒപ്പം കൂട്ടുന്നത് കോൺഗ്രസ്. മുസ്ലിം ലീഗ് മത്സരിപ്പിക്കുന്നിടത്ത് പോലും മറ്റു മതങ്ങളെ പരിഗണിക്കുന്ന പോലുള്ള അല്ലാത്ത സീറ്റുകളില് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അതിന്റെ ഏറ്റവും വലിയ തെളിവ്, എല്ലാ സീറ്റും വിജയിച്ചിട്ടും ഒരു 10 പേരെങ്കിലും മറ്റു മതങ്ങളിലുള്ളവരെ വിജയിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇതൊക്കെയല്ല യഥാർത്ഥ വർഗീയത എന്ന് പറയുന്നത്. എന്നിട്ട് BJPയുടെ മേലിലേക്ക് കുതിര കയറാൻ ഓടുന്നത് ആളുകൾ. ഇനി കലാപം ഉണ്ടാക്കി BJP എന്നൊക്കെ പറയുന്ന സകലരോട് പറയാനുള്ളത്, ഈ പറയുന്ന ആളോടും പറയാനുള്ളത്, 2014 മുതൽ ഈ വർഷം വരെ 11 വർഷക്കാലം നരേന്ദ്രമോദി സർക്കാർ, ഭാരതീയ ജനതാ പാർട്ടി രാജ്യം അടക്കി ഭരിച്ചു മുന്നോട്ട് പോവാ. ഈ അടക്കി ഭരിച്ചു മുന്നോട്ട് പോകുന്ന ഇന്നേ വരെയായിട്ട് ഭാരതീയ ജനതാ പാർട്ടി നടത്തിയ ഏതെങ്കിലും ഒരു കലാപം ഈ പറയുന്ന ആൾ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ഒരാൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? നിങ്ങൾ പറയുന്നത് നമ്മൾ കേൾക്കുമെന്നുള്ളത് ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കുക. ഒരു കലാപം പോലും ഭാരതീയ ജനതാ പാർട്ടി നടത്തിയിട്ടില്ല. അതൊക്കെ ഇവിടെ അജണ്ട സെറ്റ് ചെയ്ത് ഇവർക്കെതിരെ ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് പറഞ്ഞു മുന്നോട്ട് പോകുകയാണ് എന്നുള്ളതാ വലിയ യാഥാർത്ഥ്യം. ഇനി നിങ്ങൾ മതം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ പാരമ്പര്യവും സംസ്കാരവും പൈതൃകവും ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ ഇത്തരം സകല ആളുകൾക്കും വ്യക്തമായിട്ടൊരു മറുപടി അങ്ങ് മുന്നോട്ട് വെച്ച് തരാം. ഈ രാജ്യത്തിന്റെ പാരമ്പര്യം, സംസ്കാരം, പൈതൃകം ഇതൊക്കെ തന്നെ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട ഈ രാജ്യം എന്ന് പറയുന്നത്, ഈ രാജ്യത്തിന്റെ പാരമ്പര്യം, പൈതൃകം, സംസ്കാരം ഇതൊക്കെ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടതാ. അത് ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യണം. നമ്മുടെ പാരമ്പര്യവും പൈതൃകവും വിട്ടിട്ടുള്ള ഒരു കളിയില്ല. ഈ രാജ്യത്തോട് സ്നേഹമുള്ള ഓരോ ആളുകളും അത് ഉയർത്തിപ്പിടിക്കണം. ഗൾഫ് രാജ്യങ്ങൾ അതവർ ഇസ്ലാമിക കാര്യങ്ങളാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നത്. അതിൽ നമുക്ക് ആർക്കും തന്നെ ഒരു തർക്കമില്ല. അവരങ്ങനെ മുന്നോട്ട് പോട്ടെ. നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടതാണ്. അത് ഉയർത്തിപ്പിടിക്കുന്നതിൽ എങ്ങനെയാ വർഗീയത എന്ന് പറയാ?
അതേസമയം ഭാരതീയ ജനതാ പാർട്ടി എല്ലാ മതങ്ങളിലുള്ള ആളുകളെയും മത്സരിപ്പിക്കുന്നുണ്ട്, എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്നുണ്ട്. എന്നാൽ മുസ്ലിം ലീഗ് മറ്റു മതങ്ങള് സംവരണമൊഴിച്ച് മറ്റു ആളുകളെ ഒരു 10% പോലും മത്സരിപ്പിക്കുന്നില്ല. അത് വർഗീയതയല്ലേ? മുഖം പോലും പറിച്ചുകൊണ്ട് വസ്ത്രത്തിൽ പോലും മതം കലർത്തുന്ന PDP ഇവിടെ മത്സരിക്കുന്നത്, ഇവിടെ ഒരു വർഗീയതയില്ലേ? വസ്ത്രത്തിൽ പോലും മതം കലർത്തുക PDP വിജയിച്ചിട്ടുണ്ട് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പില്. അതൊക്കെ മതേതരത്വം. മുസ്ലിം ലീഗ് മതേതരത്വം, ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുന്ന കോൺഗ്രസ് മതേതരത്വം, ഭാരതീയ ജനതാ പാർട്ടി വർഗീയതായത് അതെത്ര ഊളത്തരമാണ് ഈ വിളിച്ചു പറയുന്നത്? ഈ രാജ്യത്തിന്റെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരവും ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അത് ഉയർത്തിപ്പിടിക്കുക തന്നെ വേണം. അതേ സമയത്ത് ഇവിടെ മറ്റാരെയും ഉൾക്കൊള്ളാതെ ഈ രാജ്യം തന്നെ കുട്ടിച്ചോറാക്കണം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് അപകടമല്ലേ? അതിനെയല്ലേ എതിർക്കേണ്ടത് യഥാർത്ഥത്തില്? ഇതൊക്കെ നമ്മുടെ വർത്തമാന കേരളം ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിൽ നമ്മുടെ പുതിയ തലമുറയെ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അത് കേട്ടും കണ്ടും വളരുന്നവർ ഇത്തരം ഉത്തരം പറയും. ഇത്തരം ചർച്ചകൾ നടക്കണമെന്ന് നമ്മൾ എടുത്ത് മുന്നോട്ട് വെക്കാനുള്ള ഒരു കാരണവും അത് തന്നെയാ. ഇത്തരം ചർച്ചകൾ നടത്തുമ്പോൾ ഇത്തരം വിഷയങ്ങൾ നമുക്കെടുത്ത് വീഡിയോ ചെയ്ത് മുന്നോട്ട് വെക്കാൻ പറ്റോ? വിവേകമുള്ള പുതുതലമുറ കേട്ടത് മനസ്സിലാക്കോ? ഭാരതീയ ജനതാ പാർട്ടി എല്ലാ ആളുകളെയും എല്ലാ മേഖലകളിലും പരിഗണിക്കുന്നുണ്ട്. ഇവിടെ പുതിയ തലമുറയിലെ ആളുകൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഇവിടെയുള്ള കോൺഗ്രസ് ഈ പ്രതിപക്ഷത്തിന് വികസനം ചെയ്യുന്നില്ല എന്ന് പോലും പറയാൻ സാധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ അത്തരത്തിലാണ് മത്സരം നടക്കേണ്ടത്. ഇത് വർഗീയത എന്ന് പറയാനുള്ള ഒരു കാരണം, വികസനം നമ്മുടെ രാജ്യത്ത് സമസ്ത മേഖലകളിൽ നടക്കുക. അപ്പൊ അതിനെ എതിർത്തിട്ട് ഒരു കാര്യമില്ല. കണ്ണോണ്ട് കാണുകയാണല്ലോ രാജ്യം ഇങ്ങനെ പുരോഗതിയിലേക്ക് പോകുന്നത്. ലോക പോലീസ് ചെയ്യുന്ന അമേരിക്ക പോലും നമ്മുടെ രാജ്യത്തിനെതിരെ നിന്നിട്ടോ നമ്മുടെ സമ്പദ് വ്യവസ്ഥ മേലോട്ട് കുതിക്കുന്നു. അപ്പൊ വികസനത്തിനെതിരെ ഒന്നും പറയാനില്ല. ഇനി തട്ടിപ്പോ വെട്ടിപ്പോ കോൺഗ്രസ് നടത്തിയതുപോലെ അതെടുത്ത് BJPക്കെതിരെ പറയാൻ അതും സാധിക്കുന്നില്ല. അപ്പൊ ഒന്നുമില്ലാത്ത വായുവിൽ നിന്ന് എടുത്തിട്ടുള്ള വർഗീയത എന്ന് അതും വിവേകത്തോടുകൂടി പുതിയ തലമുറ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നാട് കുട്ടിച്ചോറാക്കണമെന്ന് നടന്ന് മുന്നോട്ട് പോകുന്ന എന്ന് കരുതുന്ന പോപ്പുലർ ഫ്രണ്ടിനെയും SDPI-യെയും ജമാഅത്തെ ഇസ്ലാമിയെയും മതപാർട്ടിയായിട്ടുള്ള മുസ്ലിം ലീഗിനെയൊക്കെ കൊണ്ടുപോകുന്ന ആളുകളാണ് യഥാർത്ഥ വർഗീയവാദികൾ എന്നും ഇത്തരം സകല ആളുകളും അങ്ങ് തിരിച്ചറിഞ്ഞോളൂ.